ഹലോ ഡിയേഴ്സ്, മാത്സ് സ്ക്വയറിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എൻ്റെ എല്ലാ കുട്ടികൾക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ചാപ്റ്റർ 1 അരിത്തമെറ്റിക് സീക്വൻസസിലെ പേജ് നമ്പർ 27 പ്രോബ്ലംസ് ആണ് കേട്ടോ. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ക്ലാസ്സുകൾ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഓൺലൈൻ ട്യൂഷന് ആർക്കെങ്കിലും താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാവുന്നതാണ്. സ്റ്റാർട്ട് ചെയ്താലോ? അരിത്തമെറ്റിക് സീക്വൻസസിലെ പേജ് 27 പ്രോബ്ലംസ് ആണ് കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: റൈറ്റ് 3 അരിത്തമെറ്റിക് സീക്വൻസസ് വിത്ത് ദ സം ഓഫ് ഫസ്റ്റ് 7 ടേംസ് 70. ആദ്യത്തെ 7 പദങ്ങളുടെ തുക 70 ആകുന്ന 3 സമാന്തര ശ്രേണികൾ എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ സം ഓഫ് ഫസ്റ്റ് 7 ടേംസ് 70 നമുക്ക് തന്നേക്കുന്നത് അല്ലേ. സം ഓഫ് ഫസ്റ്റ് 7 ടേംസ്, അതായത് ഞാനിപ്പോൾ T1 ഫസ്റ്റ് ഓരോ ടേംസ് ആയിട്ട് എടുക്കുവാണേ. T1 പ്ലസ് T2 പ്ലസ് T3 പ്ലസ് T4 പ്ലസ് T5 പ്ലസ് T6 പ്ലസ് T7. ഓക്കെ, ഇത് എത്രയാണെന്ന് തന്നിട്ടുണ്ട്? 70 ആണെന്ന് തന്നിട്ടുണ്ട്. നമ്മൾ തൊട്ട് മുന്നത്തെ ക്ലാസ്സിൽ പഠിച്ചതാണ്. സം ഓഫ് കോൺസിക്യൂട്ടീവ് ടേംസ് എന്ന് പറയുമ്പോഴത്തേക്കും എങ്ങനെയാണ് വരുന്നത്? കോൺസിക്യൂട്ടീവ് ടേംസിൻ്റെ സം എന്ന് പറയുമ്പോഴത്തേക്കും നമ്പർ ഓഫ് ടേംസ് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? നമ്പർ ഓഫ് ടേംസ് ഇൻറ്റു മിഡിൽ ടേം, അങ്ങനെയല്ലേ? അപ്പോൾ ഇവിടെ നിന്ന് നമ്മുടെ മിഡിൽ ടേം എന്ന് പറയുന്നത് എന്താണ്? T4 ആണ്. 4th ടേം ആണ് മിഡിൽ ടേം എന്ന് പറയുന്നത്. സം ഓഫ് 7 ടേംസ് എന്ന് പറയുന്നത് എങ്ങനെ വരും? വിച്ച് ഈസ് ഈക്വൽ ടു 4th ടേം ഇൻറ്റു 7, നമ്പർ ഓഫ് ടേംസ് 7, which is equal to 70. ഓക്കെ, സം ഓഫ് കോൺസിക്യൂട്ടീവ് ടേംസ് എന്ന് പറയുന്നത് മിഡിൽ ടേം ഇൻറ്റു നമ്പർ ഓഫ് ടേംസ്. ഇവിടെ മിഡിൽ ടേം T4 ആണ്. സോ 4th ടേം ഇൻറ്റു നമ്പർ ഓഫ് ടേംസ് 7. അത് എത്രയാണ് തന്നിട്ടുണ്ട്? സം എന്ന് പറയുന്നത് എത്രയാണ് തന്നിട്ടുണ്ട്? 70 ആണെന്ന് തന്നിട്ടുണ്ട്. അവിടെ നമുക്ക് 4th ടേം കാൽക്കുലേറ്റ് ചെയ്യാം. T4 is equal to 70. ഇവിടെ ഇൻറ്റു 7 ഈക്വൽ ടു ഇപ്പുറത്ത് വരുമ്പോൾ ഡിവൈഡഡ് ബൈ 70 ആവും. ഡിവൈഡഡ് ബൈ 7 ആവും. അപ്പോൾ 70/7 എത്രയാണ്? 1 7s are 7, 10 7s are 70. അപ്പോൾ 10 എന്ന് പറഞ്ഞിട്ട് കിട്ടി. അപ്പോൾ നമ്മുടെ മിഡിൽ ടേം എത്ര എന്ന് പറഞ്ഞിട്ടാണ് കിട്ടിയത്? 10 എന്ന് പറഞ്ഞിട്ടാണ് കിട്ടിയത്. അപ്പോൾ മിഡിൽ ടേം 10, അതായത് T4 എന്ന് പറയുന്നത് എത്രയാണ്? 4th ടേം എന്ന് പറയുന്നത് 10 ആണ്. അപ്പോൾ നമുക്കിവിടെ T1 T2 T3 T4 T5 T6 T7. അപ്പോൾ 4th ടേം എത്രയാ? 10. നമുക്ക് ഇഷ്ടമുള്ള കോമൺ ഡിഫറൻസ് എടുക്കാം കേട്ടോ. ഇപ്പോൾ ടീച്ചർ കോമൺ ഡിഫറൻസ് 1 എടുക്കുവാണ്. ഫസ്റ്റ് കേസിൽ കോമൺ ഡിഫറൻസ് ഇസ് ഈക്വൽ ടു 1 എടുക്കുകയാണ്. 1 എടുക്കുമ്പോൾ T5 എന്ന് പറയുന്നത് എത്രയായി? 10 + 1. 10 + 1 ചെയ്യുമ്പോൾ 11. അടുത്ത് 11 + 1 12. 12 + 1 13. ഓക്കെ, ഇനി T4 നമുക്കറിയാം. T3 കണ്ടുപിടിക്കാൻ 10 - 1 ചെയ്യണം, 9. അടുത്ത് T2 കണ്ടുപിടിക്കാൻ 9 - 1 8. അടുത്ത് T1 കണ്ടുപിടിക്കാൻ 8 - 1. 8 - 1 ചെയ്യുമ്പോൾ 7. അപ്പോൾ ഇത് നമ്മളെല്ലാം കൂട്ടി നോക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 70 കിട്ടും. ഓക്കെ, ഇനി അടുത്ത കോമൺ ഡിഫറൻസ് നമുക്ക് 2 എടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോമൺ ഡിഫറൻസ് എടുക്കാം. കണ്ടീഷൻ എന്ന് പറയുന്നത് എന്താണ്? മിഡിൽ ടേം ഷുഡ് ബി 10 ആയിരിക്കണം. അപ്പോൾ ഞാൻ 10 എടുത്തു. കോമൺ ഡിഫറൻസ് 2 എടുക്കുകയാണ്. അപ്പോൾ കോമൺ ഡിഫറൻസ് 2 എടുക്കുമ്പോൾ T5 എത്രയായിരിക്കും? 5th ടേം എത്രയായിരിക്കും? 10 + 2 12. അടുത്തത് 12 + 2 14. അടുത്തത് 14 + 2 16. അടുത്ത് 3rd ടേം എന്ന് പറയുന്നത് 10 - 2 8. അടുത്ത് 8 - 2 6. 6 - 2 4. അടുത്ത് നമുക്ക് കോമൺ ഡിഫറൻസ് ഹാഫ് എടുത്ത് നോക്കിയാലോ? ഹാഫ് എടുക്കുമ്പോൾ ഇവിടെ 10. അടുത്ത 5th ടേം എന്ന് പറയുമ്പോൾ 10ൻ്റെ കൂടെ ഒരു ഹാഫ് ആഡ് ചെയ്യണം, അതായത് 10 അതിൻ്റെ ഹാഫ് അല്ലേ. അടുത്ത് 10യുടെ കൂടെ ഒരു അര കൂടെ കൂട്ടുമ്പോൾ 11. 11ൻ്റെ കൂടെ ഒരു അര വരുമ്പോൾ 11.5. ഓക്കെ, അതുപോലെ 10ൽ നിന്ന് അര കുറയ്ക്കുമ്പോൾ 9.5. 9.5 നീ അര കുറയ്ക്കുമ്പോൾ 9. 9ൽ നിന്ന് അര കുറയ്ക്കുമ്പോൾ 8.5. ഓക്കെ, അത് 3 സീക്വൻസ് എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. സച്ച് ദാറ്റ് സം ഓഫ് ദ ടേംസ് ഷുഡ് ബി സം ഓഫ് ദ ഫസ്റ്റ് 7 ടേംസ് ഷുഡ് ബി 70 ആൻഡ് ദ മിഡിൽ ടേം ഈസ് 10. മിഡിൽ ടേം 10 തന്നെ വരണം. ഓക്കെ, മനസ്സിലായല്ലോ? അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ദ സം ഓഫ് ദ ഫസ്റ്റ് 3 ടേംസ്
sum of the first 3 terms of an arithmetic sequence is 30 and the sum of the first 7 terms is 140. What is the second term of the sequence? What is the fourth term of the sequence? What are the first 3 terms of the sequence? ഒരു സമാന്തര ശ്രേണിയിലെ ആദ്യത്തെ 3 പദങ്ങളുടെ തുക 30 ആണ്. ഓക്കെ, സം ഓഫ് ഫസ്റ്റ് 3 ടേംസ് ഓഫ് എൻ അരിത്തമെറ്റിക് സീക്വൻസ് ഈസ് 30. എന്നിട്ട് എന്താ പറഞ്ഞേക്കുന്നത്? ആദ്യത്തെ 7 പദങ്ങളുടെ തുക 140 ആൻഡ് ദ സം ഓഫ് ഫസ്റ്റ് 7 ടേംസ് ഈസ് 140. അങ്ങനെയാണെങ്കിൽ ശ്രേണിയിലെ രണ്ടാമത്തെ പദം വാട്ട് ഈസ് ദ സെക്കൻഡ് ടേം ഓഫ് ദ സീക്വൻസ്? അടുത്തത് ശ്രേണിയിലെ നാലാമത്തെ പദം വാട്ട് ഈസ് ദ ഫോർത്ത് ടേം ഓഫ് ദ സീക്വൻസ്? ശ്രേണിയിലെ ആദ്യത്തെ 3 പദങ്ങൾ എന്തൊക്കെയാണ്? വാട്ട് ആർ ദ ഫസ്റ്റ് 3 ടേംസ് ഓഫ് ദ സീക്വൻസ്? ഇതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. അപ്പോൾ ചെയ്തു നോക്കാം. അപ്പോൾ എന്താ തന്നേക്കുന്നത്? ദ സം ഓഫ് ദി ഫസ്റ്റ് 3 ടേംസ് ഓഫ് എൻ അരിത്തമെറ്റിക് സീക്വൻസ് ഈസ് 30 എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. ഒരു അരിത്തമെറ്റിക് സീക്വൻസിലെ ആദ്യത്തെ 3 പദങ്ങളുടെ തുക 30. T1 പ്ലസ് T2 പ്ലസ് T3 എന്ന് പറയുന്നത് എത്രയാണ് തന്നിട്ടുണ്ട്? 30. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ് സം ഓഫ് ദ കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പർ ഓഫ് ടേംസ് എന്ന് പറയുന്നത് മിഡിൽ ടേം ഇൻറ്റു നമ്പർ ഓഫ് ടേംസിന് ഈക്വൽ ആണ്. അപ്പോൾ T1 പ്ലസ് T2 പ്ലസ് T3 എന്ന് പറയുന്നത് എന്താണ്? മിഡിൽ ടേം ആയിട്ടുള്ള T2 ഇൻറ്റു നമ്പർ ഓഫ് ടേംസ്. ഇവിടെ എത്ര ടേംസ് ഉണ്ട്? 3. അപ്പോൾ T2 ഇൻറ്റു 3 എന്ന് പറയുന്നത് എത്ര തന്നിട്ടുണ്ട്? നമുക്കിവിടെ എത്ര തന്നിട്ടുണ്ട്? 30. ആ സം എന്ന് പറയുന്നത് 30 എന്ന് പറയുന്നത് തന്നിട്ടുണ്ട്. അപ്പോൾ T2 ഇൻറ്റു 3 ഇസ് ഈക്വൽ ടു 30. അവിടെ നിന്ന് T2 ദാറ്റ് മീൻസ് സെക്കൻഡ് ടേം ഇസ് ഈക്വൽ ടു 30 ഡിവൈഡഡ് ബൈ 3. വെട്ടി ചെയ്യാം. 1 3s are 3, 10 3s are 30. അപ്പോൾ എത്ര കിട്ടി? 10 എന്ന് പറഞ്ഞിട്ട് കിട്ടി. അപ്പോൾ സെക്കൻഡ് ടേം എത്രയാണ്? 10 ആണ്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് ആയിട്ടുണ്ട്. വാട്ട് ഈസ് ദ സെക്കൻഡ് ടേം ഓഫ് ദ സീക്വൻസ്? അപ്പോൾ സെക്കൻഡ് ടേം നമുക്ക് കിട്ടി. എത്രയാണ് കിട്ടിയേക്കുന്നത്? 10 എന്ന് പറഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് ദ ഫോർത്ത് ടേം ഓഫ് ദ സീക്വൻസ്? അതാണ് അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഫോർത്ത് ടേം ഓഫ് ദ സീക്വൻസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. ഫോർത്ത് ടേം ഓഫ് ദ സീക്വൻസ്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ്റെ കൂടെ നോക്കിക്ക് നമുക്കൊരു കാര്യം കൂടി തന്നിട്ടുണ്ട്. സം ഓഫ് ദ ഫസ്റ്റ് 7 ടേംസ് ഈസ് 140. അപ്പോൾ ഫസ്റ്റ് 7 ടേംസിൻ്റെ സം എന്ന് പറയുന്നത് 140. T1 പ്ലസ് T2 പ്ലസ് T3 പ്ലസ് T4 പ്ലസ് T5 പ്ലസ് T6 പ്ലസ് T7 വിച്ച് ഈസ് ഈക്വൽ ടു എത്രയും തന്നിട്ടുണ്ട്? 114 തന്നിട്ടുണ്ട്. എന്നിട്ട് ചോദിച്ചേക്കുവാണ് ഫോർത്ത് ടേം. ഈ ഫോർത്ത് ടേം എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ മിഡിൽ ടേം അല്ലേ? ഈ ഫോർത്ത് ടേമിൻ്റെ ലെഫ്റ്റ് സൈഡിലും 3 ടേംസ് ഉണ്ട്, റൈറ്റ് സൈഡിലും 3 ടേംസ് ഉണ്ട്. അതുകൊണ്ട് ഫോർത്ത് ടേം ഇസ് ദ മിഡിൽ ടേം. ഇനി നമുക്ക് ഈ സം ഓഫ് ഈ ഫസ്റ്റ് 7 ടേംസ് നമുക്ക് എങ്ങനെ എഴുതാം? 7 ഇൻറ്റു മിഡിൽ ടേം T4 വിച്ച് ഈസ് ഈക്വൽ ടു എത്ര തന്നിട്ടുണ്ട്? 140. ഇനി അവിടെ നമുക്ക് ഫോർത്ത് ടേം കാൽക്കുലേറ്റ് ചെയ്യാം. സോ വാട്ട് ഈസ് ദ ഫോർത്ത് ടേം? Fourth term T4 which is equal to 140 divided by 7 which is equal to വെട്ടി ചെയ്യാമല്ലോ. 140 divided by 7, 1 7s are 7, 2 7s are 40, 0 അതുപോലെ ഇട്ട് കൊടുക്കുക 20. അപ്പോൾ എത്ര കിട്ടി? 20 എന്ന് പറഞ്ഞിട്ട് നമുക്ക് കിട്ടി. അപ്പോൾ ഫോർത്ത് ടേം എന്ന് പറയുന്നത് എത്രയാണ്? 20. വെട്ടി ചെയ്യാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ നോർമൽ ഡിവിഷൻ ചെയ്താൽ മതി. ഓക്കെ, 2 തവണ 14, 0 ഇട്ട് കൊടുക്കുക. 20 ടൈംസ് 20 ഇൻറ്റു 7 ആണ് ഇത്ര 140 എന്ന് പറയുന്നത്. അപ്പോൾ T4 നമുക്ക് കിട്ടി. അപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ ആൻസറും ആയിട്ടുണ്ട്. വാട്ട് ഈസ് ദ ഫോർത്ത് ടേം ഓഫ് ദ സീക്വൻസ്? അതിൻ്റെ ആൻസറും ആയിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ആർ ദ ഫസ്റ്റ് 3 ടേംസ് ഓഫ് ദ സീക്വൻസ്? അപ്പോൾ സീക്വൻസിലെ ആദ്യത്തെ 3 പദങ്ങളുടെ വാല്യൂ ആണ് ചോദിച്ചേക്കുന്നത്. നമുക്കിപ്പോൾ T2 അറിയാം, T4 അറിയാം. T2 സെക്കൻഡ് ടേം എന്ന് പറയുന്നത് 10 ആണ് ആൻഡ് ദ ഫോർത്ത് ടേം ഈസ് 20 എന്നും അറിയാം. സോ നമുക്ക് പദങ്ങൾ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ആവശ്യമുണ്ട്? കോമൺ ഡിഫറൻസ് ആവശ്യമുണ്ട്. അപ്പോൾ കോമൺ ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഫോർമുല നമുക്കറിയാം. 2 പദങ്ങൾ അറിയാമെന്നുണ്ടെങ്കിൽ കോമൺ ഡിഫറൻസ് ഇസ് ഈക്വൽ ടു എന്താണ്? ടേം ഡിഫറൻസ്. കോമൺ ഡിഫറൻസ് ഇസ് ഈക്വൽ ടു ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ്. ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ് which is equal to term difference എത്ര? term difference എന്ന് പറയുമ്പോൾ 20 minus 10. 20 minus 10 divided by position. ഇവിടെ 4, ഇവിടെ 2. 4 minus 2. 4 minus 2. 20 minus 10, 10. 10 by 2 which is equal to നമുക്ക് 2ൽ കട്ട് ചെയ്യാം. 5 2s ആണ് 10. അപ്പോൾ ഇവിടെ 5 എന്ന് പറഞ്ഞിട്ട് കിട്ടി. അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യുക. 10 divided by 2. 1 2s are 2, 2 2s are 4, 3 2s are 6, 4 2s are 8, 5 2s are ആണ് 10.
ഓക്കെ 5 2 10. അപ്പോൾ കിട്ടിയില്ലേ? അപ്പോൾ കോമൺ ഡിഫറൻസ് നമുക്ക് 5 എന്ന് പറഞ്ഞിട്ട് കിട്ടി. നമുക്കിനി അറിയാനുള്ളത് ഫോർത്ത് ടേം സെക്കൻഡ് ടേം നമുക്കറിയാം അല്ലേ? സെക്കൻഡ് ടേം 10 ആണ്. അപ്പോൾ ഫസ്റ്റ് ടേം എത്രയായിരിക്കും? 10 - 5 അല്ലേ? 10ൽ നിന്ന് ഒരു 5 കുറച്ചാൽ ഫസ്റ്റ് ടേം കിട്ടത്തില്ലേ? അപ്പോൾ 5. അടുത്ത തേർഡ് ടേം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? 10ൻ്റെ കൂടെ കോമൺ ഡിഫറൻസ് ആയിട്ടുള്ള 5 കൂട്ടണം. അന്നേരം നമുക്ക് എത്ര കിട്ടും? 15. അപ്പോൾ കിട്ടിയല്ലോ ആൻസർ. ഫസ്റ്റ് 3 ടേംസ് ഓഫ് ദ സീക്വൻസ് എന്ന് പറയുന്നത് എത്രയാ? 5 10 50. ഇതാണ് ആൻസർ. ഓക്കെ, അപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ ആൻസർ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്ത മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? വായിച്ചേ. The sum of the first 5 terms of an arithmetic sequence is 150 and the sum of the first 10 terms is 550. What is the third term of the sequence? What is the eighth term of the sequence? Write the first 3 terms of the sequence. ഒരു സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ 5 പദങ്ങളുടെ തുക 150, ആദ്യത്തെ 10 പദങ്ങളുടെ തുക 550 ആണ്. ശ്രേണിയുടെ മൂന്നാം പദം എന്താണ്? എട്ടാം പദം എന്താണ്? ശ്രേണിയുടെ ആദ്യത്തെ 3 പദങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ തൊട്ട് മുന്നേ ചെയ്തില്ലേ, അതേ മോഡൽ ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഇത്. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. എന്താ പറഞ്ഞേക്കുന്നത്? സം ഓഫ് ദി ഫസ്റ്റ് 5 ടേംസ് ഓഫ് എൻ അരിത്തമെറ്റിക് സീക്വൻസ് ഈസ് 150. അപ്പോൾ T1 പ്ലസ് T2 പ്ലസ് T3 പ്ലസ് T4 പ്ലസ് T5 എത്ര തന്നിട്ടുണ്ട്? 150 ആണെന്ന് തന്നിട്ടുണ്ട്. പിന്നെ വാട്ട് ഈസ് ദ തേർഡ് ടേം? അപ്പോൾ നമുക്കറിയാം ആദ്യത്തെ 5 ടേംസ് വന്നു കഴിഞ്ഞാൽ മിഡിൽ ടേം എന്ന് പറയുന്നത് തേർഡ് ടേം ആണ്. അപ്പോൾ സം ഓഫ് ഫസ്റ്റ് കോൺസിക്യൂട്ടീവ് 5 ടേംസ് വിച്ച് ഈസ് ഈക്വൽ ടു എന്താണ്? മിഡിൽ ടേം ആയിട്ടുള്ള T3 ഇൻറ്റു നമ്പർ ഓഫ് ടേംസ് ഇവിടെ എത്രയുണ്ട്? 5 വിച്ച് ഈസ് ഈക്വൽ ടു എത്ര തന്നിട്ടുണ്ട്? 150. അവിടുന്ന് തേർഡ് ടേം നമുക്ക് കണ്ടുപിടിച്ചൂടെ? 150 ഡിവൈഡഡ് ബൈ 5. അപ്പോൾ നമുക്ക് 150 ഡിവൈഡഡ് ബൈ 5 5ൽ വെട്ടാം. ഒരു 5 5 3 5 15 0 അതുപോലെ ഇട്ട് കൊടുക്കുക. എത്ര കിട്ടി നമുക്ക്? 30. ഓക്കെ, അപ്പോൾ തേർഡ് ടേം എന്ന് പറയുന്നത് എത്ര കിട്ടി? 30 എന്ന് പറഞ്ഞിട്ട് കിട്ടി. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയേ. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ എയ്ത്ത് ടേം ഓഫ് ദ സീക്വൻസ്? അതിന് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ആദ്യത്തെ രണ്ടാമത്തെ സെൻറ്റൻസ് നോക്കിക്കേ. ദ സം ഓഫ് ഫസ്റ്റ് 10 ടേംസ് ഈസ് 550 എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട് അല്ലേ? സം ഓഫ് ഫസ്റ്റ് 10 ടേംസ് ഈസ് 550 എന്നാണ് തന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. സം ഓഫ് ഫസ്റ്റ് 10 ടേംസ് T1 പ്ലസ് T2 പ്ലസ് T3 പ്ലസ് T4 പ്ലസ് T5 പ്ലസ് T6 പ്ലസ് T7 പ്ലസ് T8 പ്ലസ് T9 പ്ലസ് T10. 10 ടേംസ് എന്ന് പറയുന്നത് എത്ര തന്നിട്ടുണ്ട്? 550. പക്ഷേ നമുക്ക് അറിയാം നമ്പർ ഓഫ് ടേംസ് ഓഡ് ആണെങ്കിൽ മാത്രമേ മിഡിൽ ടേം ഇൻറ്റു നമ്പർ ഓഫ് ടേംസ് എഴുതുമ്പോഴത്തേക്ക് നമുക്ക് സമ്മിൻ്റെ വാല്യൂ കിട്ടത്തുള്ളൂ. പക്ഷേ ഇവിടെ നമുക്ക് ഓഡ് നമ്പർ ഓഫ് ടേംസ് അല്ല, ഈവൻ നമ്പർ ഓഫ് ടേംസ് ആണ് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു മേളിൽ നമ്മൾ ചെയ്തില്ലേ, ഈ ഒരു ഫോമുലയൊന്നും നമുക്ക് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. പകരം നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഫസ്റ്റ് 5 ടേംസിൻ്റെ സം എത്ര തന്നിട്ടുണ്ട്? 150. ഇത്രയും ടേംസിൻ്റെ സം എത്രയാണ്? 150 എന്ന് തന്നിട്ടുണ്ട് അല്ലേ? ആണല്ലോ. ദെൻ ടോട്ടൽ അതായത് ഫസ്റ്റ് ടേം മുതൽ 10th ടേം വരെയുള്ള സം എന്ന് പറയുന്നത് 550. ഓക്കെ, 550 എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത്രയും സം എത്രയാണ്? 150. ടോട്ടൽ സം എത്രയാണ്? ടോട്ടൽ സം എന്ന് പറയുന്നത് എത്രയാണ്? 550. അപ്പോൾ ഈ 550ന്ന് ഈ 150 കുറയ്ക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? T6 മുതൽ T10 വരെയുള്ള സം കിട്ടും. ഓക്കെ, then T6 plus T7 plus T8 plus T9 plus T10 which is equal to എങ്ങനെ കിട്ടും? 550ൽ നിന്ന് ആദ്യത്തെ 5 ടേംസ് ആയിട്ടുള്ള 150 കുറയ്ക്കുക. 150 കുറച്ചു. അപ്പോൾ 550 മൈനസ് 150 0, 5 മൈനസ് 5 0, 5 മൈനസ് 1 4. അപ്പോൾ എത്ര കിട്ടി? 400. ഓക്കെ, നമുക്ക് കിട്ടിയില്ലേ? 6th ടേം മുതൽ 10th ടേം വരെയുള്ള സീക്വൻസസിൻ്റെ സം എന്ന് പറയുന്നത്, സീക്വൻസ് അല്ല ടേംസിൻ്റെ സം എന്ന് പറയുന്നത്
400 എന്ന് പറഞ്ഞിട്ട് കിട്ടി. അപ്പോൾ ഇവിടുത്തെ മിഡിൽ ടേം ആണ് നമ്മുടെ 8th ടേം. നമുക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നതും 8th ടേം ആണ്. സോ T8 വിച്ച് ഈസ് ഈക്വൽ ടു എത്രയാണ്? 400 ഇപ്പോൾ T8 ആണ് നമ്മുടെ മിഡിൽ ടേം. T6 മുതൽ T10 വരെയുള്ള ടേംസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ എത്ര ടേംസ് ഉണ്ട്? 5 ടേംസ് ഉണ്ട്. അപ്പോൾ ഈ സം എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം? 5 ഇൻറ്റു മിഡിൽ ടേം T8. എന്തുകൊണ്ട് 5 എടുത്തു? T6 മുതൽ T10 വരെ 5 പദങ്ങളാണുള്ളത്, അതുകൊണ്ട് 5. നമ്പർ ഓഫ് ടേംസ് 5. മിഡിൽ ടേം T8 വിച്ച് ഈസ് ഈക്വൽ ടു എത്രയാണ് നമ്മൾ കണ്ടുപിടിച്ചു? 400. അവിടെ നിന്ന് T8 ഈസ് ഈക്വൽ ടു 400 ഡിവൈഡഡ് ബൈ 5. വളരെ എളുപ്പമല്ലേ 400 ഡിവൈഡഡ് ബൈ 5 ചെയ്യാൻ? 1 5s are 5, 8 5s are 40, then 0 ഇട്ട് കൊടുക്കുക. അപ്പോൾ എത്ര കിട്ടി? 80. എത്ര കിട്ടി? 8th ടേം എന്ന് പറയുന്നത് 80 എന്ന് പറഞ്ഞിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്തായിരുന്നു? റൈറ്റ് ദ ഫസ്റ്റ് 3 ടേംസ് ഓഫ് ദ സീക്വൻസ്. ഇതാണ് നമുക്ക് ചോദിച്ചേക്കുന്നത്. നമുക്ക് 3rd ടേം അറിയാം, നമുക്കിവിടെ 3rd ടേം അറിയാം, 8th ടേമും അറിയാം. അങ്ങനെയാണെങ്കിൽ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാം. 3rd ടേം എന്ന് പറയുന്നത് എത്ര എന്ന് പറഞ്ഞിട്ട് കിട്ടി? 30. ഇപ്പോൾ നമുക്ക് 8th ടേം കിട്ടി 80. കോമൺ ഡിഫറൻസ് അറിയണ്ടേ? കോമൺ ഡിഫറൻസ് ഇസ് ഈക്വൽ ടു എന്താണ്? കോമൺ ഡിഫറൻസ് ഇസ് ഈക്വൽ ടു ടേം ഡിഫറൻസ് 80 മൈനസ് 30 ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ് 8 മൈനസ് 3. 8 മൈനസ് 3, 80 മൈനസ് 30 50 ഡിവൈഡഡ് ബൈ 5 എത്ര കിട്ടും? 1 5s are 5, 10 5s are 10. അപ്പോൾ 10 എന്ന് പറഞ്ഞിട്ട് കിട്ടിയ ആൻസർ. എന്ത്? കോമൺ ഡിഫറൻസ്. നമുക്ക് ചോദിച്ചേക്കുന്ന ഫസ്റ്റ് 5 ടേംസ് അല്ലേ? അപ്പോൾ 3rd ടേം എത്രയാണ്? 30. 30 10 കുറയ്ക്കുമ്പോൾ സെക്കൻഡ് ടേം കിട്ടും 20. 20 10 കുറയ്ക്കുമ്പോൾ ഫസ്റ്റ് ടേം കിട്ടും. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് 3 ടേംസ് എന്ന് പറയുന്നത് എത്രയാ? 10 20 30. ക്ലിയർ? ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The sum of 11th and 21st terms of an arithmetic sequence is 80. What is the 16th term? ഒരു സമാന്തര ശ്രേണിയുടെ 11ാം പദത്തിൻ്റെയും 21ാം പദത്തിൻ്റെയും തുക 80 ആയാൽ 16ാം പദം എന്താണ്? ഒരു സമാന്തര ശ്രേണിയുടെ 11ാം പദത്തിൻ്റെയും 21ാം പദത്തിൻ്റെയും തുക. The sum of 11th and 21st terms of an arithmetic sequence is 80. What is the 16th term? ഇതാണ് ചോദിച്ചേക്കുന്നത്. അപ്പം നോക്കിക്കേ, നമ്മൾ 11th ടേം മുതൽ 21 വരെയുള്ള ടേം നമ്മൾ എടുക്കുകയാണ്. അപ്പോൾ എത്ര ടേംസ് കിട്ടും? 11 ടേംസ് ഉണ്ടാവും. അതായത് T11, T12, T30, T40, T15, T16, T17, T18, T19, T20, T21. അപ്പോൾ എത്ര ടേംസ് ഉണ്ട്? 1 2 3 4 5 6 7 8 9 10 11. 11 ടേംസ് ഉണ്ട്. ദെൻ 16th ടേം എന്ന് പറഞ്ഞിട്ടാണ് ചോദിച്ചേക്കുന്നത് അല്ലേ? 16th ടേം എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് ചോദിച്ചേക്കുന്നത്. 16th ടേം എന്ന് പറഞ്ഞാൽ ആക്ച്വലി മിഡിൽ ടേം ആണ് കേട്ടോ. നമ്മൾ നോക്കിയാൽ 16th ടേമിൻ്റെ റൈറ്റ് സൈഡിൽ 1 2 3 4 5 ടേംസ് ഉണ്ട്, ലെഫ്റ്റ് സൈഡിലും 5 ടേംസ് ഉണ്ട്. സോ 16th ടേം ഈസ് ദ മിഡിൽ ടേം. ഇനി നമുക്ക് പറഞ്ഞിരിക്കുന്ന എന്താണ്? സം ഓഫ് 11th ടേം ആൻഡ് 21st ടേം. 11th ടേം ആൻഡ് 21st ടേം. T11 പ്ലസ് T21 എന്ന് പറയുന്നത് 80 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, 80 എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 16th ടേം എന്ന് പറയുന്നത് എന്താണ്? 16th ടേം T11 പ്ലസ് T21 ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം എന്ന് പറയുന്നത് ആക്ച്വലി 16th ടേം ഇൻറ്റു 2 ആണ് കേട്ടോ. ഇത് നമ്മൾ തൊട്ട് മുന്നത്തെ ക്ലാസ്സിൽ ഇത് പഠിച്ചതാണ്. ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം വിച്ച് ഈസ് ഈക്വൽ ടു, അതായത് 2 ടേംസിൻ്റെ സം നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മിഡിൽ ടേം ഇൻറ്റു 2 ആണ് അതിൻ്റെ വാല്യൂ. മിഡിൽ ടേം ഇൻറ്റു 2 അത് എത്രയാണ് നമുക്ക് തന്നിട്ടുണ്ട്? 80 എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. അവിടെ നിന്ന് T16 നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? 80 ഡിവൈഡഡ് ബൈ 2 വെട്ടി ചെയ്യാം. 1 2s are 2, 4 2s are 8, then 0 40. ആൻസർ എത്രയാണ്? 40 ആണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. നിങ്ങൾക്കത് മനസ്സിലായോ? അതായത് 2 ടേംസിൻ്റെ സം എന്ന് പറയുന്നത് മിഡിൽ ടേം ഇൻറ്റു 2 ആണ്. ഇവിടെ T11 പ്ലസ് T21 എടുത്തപ്പോൾ മിഡിൽ ടേം ആയിട്ട് T16 ഇൻറ്റു 2 ചെയ്തു. അത് എത്ര തന്നിട്ടുണ്ട്? സം എന്ന് പറയുന്നത് 80. ഇക്വേറ്റ് ചെയ്തു. അവിടുന്ന് T16ൻ്റെ വാല്യൂ 80 ഡിവൈഡഡ് ബൈ 2 ചെയ്തപ്പോഴത്തേക്ക് നമുക്ക് 40 കിട്ടി. ഓക്കെ.
അടുത്ത ക്വസ്റ്റ്യൻ. The angles of a pentagon are in arithmetic sequence. If the angles are written according to their magnitude, what would be the third angle? ഒരു പഞ്ചഭുജത്തിലെ കോണുകൾ സമാന്തര ശ്രേണിയിലാണ്. കോണുകൾ വലിപ്പക്രമത്തിൽ എഴുതിയാൽ മൂന്നാമത്തെ കോൺ എന്തായിരിക്കും? If the smallest angle is 40 degree, what are the other angles? ഏറ്റവും ചെറിയ കോണളവ് 40 ആയാൽ മറ്റു കോണുകൾ എന്തൊക്കെയാകും? Can the smallest angle be 36 degree? ഏറ്റവും ചെറിയ കോൺ 36 ഡിഗ്രി ആകുമോ? ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ദ ആംഗിൾസ് ഓഫ് എ പെൻഡഗൺ ആർ ഇൻ അരിത്തമെറ്റിക് സീക്വൻസ്. ഒരു പെൻഡഗണിന്റെ ആംഗിൾസ് എന്ന് പറയുന്നത് അരിത്തമെറ്റിക് സീക്വൻസിലാണ് ഇരിക്കുന്നത്. ഇഫ് ദ ആംഗിൾസ് ആർ റിട്ടൺ അക്കോർഡിംഗ് ടു ദിയർ മാഗ്നിറ്റ്യൂഡ്, വാട്ട് വുഡ് ബി ദ തേർഡ് ആംഗിൾ? ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നോക്കിക്കേ, നമ്പർ ഓഫ് ആംഗിൾസിന്റെ പെൻഡഗൺ, നമ്മളൊരു പെൻഡഗൺ നമ്മൾ വരയ്ക്കുമ്പോഴത്തേക്കും എങ്ങനെയാണ് വരുന്നത്? പെൻഡഗൺ ദേ റഫായിട്ട് ടീച്ചറോട് വരച്ചു തരാം. ഇതാണ് നമ്മുടെ ഒരു പെൻഡഗൺ. അപ്പോൾ ഒരു പെൻഡഗണിന് എത്ര ഇന്നർ ആംഗിൾസ് ഉണ്ട്? 5 ആംഗിൾസ് ആണ് ആക്ച്വലി ഉള്ളത്, ആണല്ലോ. അപ്പോൾ നമ്പർ ഓഫ് ആംഗിൾസ് ഇൻ എ പെൻഡഗൺ, നമ്പർ ഓഫ് ആംഗിൾസ് ഇൻ എ പെൻഡഗൺ ഇസ് ഈക്വൽ ടു 5. 5 ആംഗിൾസ് ആണുള്ളത് അല്ലേ? ഇത് നമുക്കറിയാം. ഒരു പോളിഗണിന്റെ സം ഓഫ് ഇന്നർ ആംഗിൾസ് എന്ന് പറയുന്നത്, സം ഓഫ് ഇന്നർ ആംഗിൾസ് എന്ന് പറയുന്നത്, സം ഓഫ് ഇന്നർ ആംഗിൾസ് എന്ന് പറയുന്നത് എന്താണ്? n നമ്പർ ഓഫ് സൈഡ്സ് ഉണ്ടെങ്കിൽ n-2 ഇൻറ്റു 180 ഡിഗ്രി ആണ്. n-2 ഇൻറ്റു 180 ഡിഗ്രി നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് 9th സ്റ്റാൻഡേർഡിൽ. അപ്പോൾ n-2 ഇവിടെ നമ്പർ ഓഫ് സൈഡ്സ് എത്രയാണ്? 5 - 2 ഇൻറ്റു 180 ആണ് സം ഓഫ് ഇന്നർ ആംഗിൾസ് എന്ന് പറയുന്നത്. 5 - 2 എന്ന് പറയുന്നത് എത്രയാണ്? 3 ഇൻറ്റു 180. 3 ഇൻറ്റു 180 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 540. 180 ഇൻറ്റു 3, 0 ഇൻറ്റു 3 0, 8 3s are 24, 2 ബാലൻസ്, 1 3s are 3, 3 + 2 5. അപ്പോൾ 540. അപ്പോൾ 540 കിട്ടിയേ. ദ ആംഗിൾസ് ഓഫ് എ പെൻഡഗൺ ആർ ഇൻ അരിത്തമെറ്റിക് സീക്വൻസ് എന്നല്ലേ പറഞ്ഞേക്കുന്നത്, ആണല്ലോ. അപ്പോൾ ഫസ്റ്റ് ആംഗിൾ ടീച്ചർ T1 എന്ന് പറഞ്ഞിട്ട് എടുക്കുവാണേ. സെക്കൻഡ് ആംഗിൾ T2, അടുത്ത് T3, അടുത്ത് T4, അടുത്ത് T5. അപ്പോൾ എന്താ പറഞ്ഞേക്കുന്നത്? ആംഗിൾസ് ഓഫ് എ പെൻഡഗൺ ഒരു അരിത്തമെറ്റിക് സീക്വൻസസിലെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ മിഡിൽ ടേം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? അപ്പോൾ നമുക്ക് അറിയാം T1 + T2. ഈ T1 T2 എന്ന് പറയുന്നത് ഇവിടെ ആംഗിൾസ് ആണെന്ന് ഓർത്താൽ മതി. T3 + T4 + T5 വിച്ച് ഈസ് ഈക്വൽ ടു 540. ഓക്കെ, നമുക്കറിയാം ഈ സം എന്ന് പറയുന്നത് കോൺസിക്യൂട്ടീവ് ടേംസിൻ്റെ സം എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്? മിഡിൽ ടേം ആയിട്ടുള്ള T3 ഇൻറ്റു നമ്പർ ഓഫ് ടേംസ് 5. ഇവിടെ നമ്പർ ഓഫ് ആംഗിൾസ് ആണ്, നമ്പർ ഓഫ് ആംഗിൾസ് 5 വിച്ച് ഈസ് ഈക്വൽ ടു 540. അവിടെ നിന്ന് തേർഡ് ആംഗിൾ അല്ലെങ്കിൽ മിഡിൽ ആംഗിൾ എന്ന് പറയുന്നത് എന്താണ്? വിച്ച് ഈസ് ഈക്വൽ ടു 540 ഡിവൈഡഡ് ബൈ 5 ആണ്. ഓക്കെ, 540 ഡിവൈഡഡ് ബൈ 5 ചെയ്യാം നമുക്ക്. അന്നേരം നമുക്ക് എന്ത് കിട്ടും? നോക്കിക്കേ, 540 ഡിവൈഡഡ് ബൈ 5. 1 5s are 5, 4 പോകത്തില്ല, ഇവിടെ 0 ഇട്ട് കൊടുത്തിട്ട് 40 താഴെ ഇറക്കുക. ദെൻ 8 5s are 40, 0. അപ്പോൾ എത്ര കിട്ടി നമുക്ക് ഇവിടെ? 108 എന്ന് പറഞ്ഞിട്ട് കിട്ടും. അപ്പോൾ T3 is equal to 540 ഡിവൈഡഡ് ബൈ 5 വിച്ച് ഈസ് ഈക്വൽ ടു 108 ഡിഗ്രി. അപ്പോൾ മിഡിൽ ആംഗിൾ അല്ലെങ്കിൽ തേർഡ് ആംഗിൾ എന്ന് പറയുന്നത് 108 ഡിഗ്രി എന്ന് പറഞ്ഞിട്ട് കിട്ടി. അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്താണ്? ഇഫ് ദ ആംഗിൾസ് ആർ റിട്ടൺ അക്കോർഡിംഗ് ടു ദ മാഗ്നിറ്റ്യൂഡ്, വാട്ട് വുഡ് ബി ദ തേർഡ് ആംഗിൾ? തേർഡ് ആംഗിൾ നമുക്ക് എത്ര കിട്ടി? 108 ഡിഗ്രി എന്ന് പറഞ്ഞിട്ട് കിട്ടി. ഇനി അടുത്ത് സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഇഫ് ദ സ്മോളസ്റ്റ് ആംഗിൾ ഈസ് 40, സ്മോളസ്റ്റ് ആംഗിൾ 40 ആണെങ്കിൽ വാട്ട് ആർ ദ അതർ ആംഗിൾസ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമുക്കറിയാം smallest angle 30 ആണെങ്കിൽ, if the smallest angle 30 അല്ലല്ലോ 40 അല്ലേ, smallest angle is 40, smallest angle equal to 40 ഡിഗ്രി ആണെങ്കിൽ വാട്ട് ആർ ദ അതർ ആംഗിൾസ്? ബാക്കിയുള്ള ആംഗിൾസ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, നമുക്ക് തേർഡ് ആംഗിൾ നമുക്ക് എത്ര കിട്ടി? 108 ഡിഗ്രി എന്ന് പറഞ്ഞിട്ട് കിട്ടി അല്ലേ. ഓക്കെ, നോക്കിക്കേ, ഫസ്റ്റ് ടേം നമുക്ക് 5 ആംഗിൾസ് ആണുള്ളത്. T1, T2, T3, T4, T5, T6.
ഓക്കെ, അപ്പോൾ സ്മോളസ്റ്റ് ആംഗിൾ എന്ന് പറഞ്ഞാൽ T1 ആയിരിക്കും. ഫസ്റ്റ് ആംഗിൾ ഞാൻ കൺസിഡർ ചെയ്തേക്കാണ്. സ്മോളസ്റ്റ് ആംഗിൾ 40 എന്ന് പറഞ്ഞിട്ട് എടുത്തേക്കുവാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ടേം പ്ലസ് ഫിഫ്ത്ത് ടേം, സോറി ഇവിടെ 6 ഇല്ലല്ലോ, 5 ആംഗിൾസ് ആണല്ലോ ഉള്ളത്. ഓക്കെ, നോക്കിക്കേ, അരിത്തമെറ്റിക് സീക്വൻസിലായതുകൊണ്ട് തന്നെ ഫസ്റ്റ് ടേം അതായത് T1 പ്ലസ് ഫിഫ്ത്ത് ടേം ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം, വിച്ച് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു മിഡിൽ ടേം 2 ഇൻറ്റു T3. ഓക്കെ, T3 നമുക്ക് എത്ര കിട്ടി, തൊട്ട് മുന്നത്തെ ക്വസ്റ്റനിൽ 108 ഡിഗ്രി എന്ന് പറഞ്ഞിട്ട് കിട്ടി. അപ്പോൾ 108 ഇൻറ്റു 2 ചെയ്യുമ്പോൾ 8 2s are 16, 1 ബാലൻസ് ഇവിടെ 1 2 216 2 ഇൻറ്റു 1 2, അപ്പോൾ എത്ര കിട്ടി 216 എന്ന് പറഞ്ഞിട്ട് കിട്ടിയില്ലേ. അപ്പോൾ T1 പ്ലസ് T5 ഈസ് ഈക്വൽ ടു 216. ലെറ്റ് ദ ഫസ്റ്റ് ടേം ബി, ലെറ്റ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് T1 ഈസ് ഈക്വൽ ടു 40 എന്നിരിക്കട്ടെ. അപ്പോൾ T5 എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം, T5 ഈസ് ഈക്വൽ ടു 216 മൈനസ് 40 അല്ലേ, -40. T1 പ്ലസ് T5 216. സ്റ്റെപ്പ് കൂടെ ഒന്ന് നമുക്ക് എഴുതിപ്പോൾ. T1ൻ്റെ വാല്യൂ 40 പ്ലസ് T5 ഈക്വൽ ടു 216 എന്നിരിക്കട്ടെ. അവിടെ നിന്ന് T5 ഈസ് ഈക്വൽ ടു 216 മൈനസ് 40. 216 നിന്ന് ഒരു 40 നമുക്ക് കുറയ്ക്കാം. 6 മൈനസ് 0 6, 1 നിന്ന് 4 പോകത്തില്ല, 11 മൈനസ് 4 പോകുമ്പോഴത്തേക്ക് നമുക്ക് എത്ര കിട്ടും, 7 കിട്ടും. then ഇവിടെ 176. അപ്പോൾ എത്ര കിട്ടി, 176 ഡിഗ്രി. അപ്പോൾ അതേ നമുക്ക് എത്ര കിട്ടിയത്, ഫിഫ്ത്ത് ടേം എന്ന് പറയുന്നത് 176 എന്ന് പറഞ്ഞിട്ടാണ് കിട്ടിയത്. അപ്പോൾ സെക്കൻഡ് ടേം എങ്ങനെ കണ്ടുപിടിക്കാം, നമുക്ക് ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് നമ്മൾ എടുത്തത് 40 ആൻഡ് ഫിഫ്ത്ത് ടേം എന്ന് പറയുന്നത് എത്ര കിട്ടി, 176 എന്ന് പറഞ്ഞിട്ട് കിട്ടി അല്ലേ. ദെൻ സെക്കൻഡ് ടേം നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം, സെക്കൻഡ് ടേം കണ്ടുപിടിക്കാനായിട്ട് എളുപ്പമാണ്. T1 T2 T3 ഒരു സെക്കൻഡ്, നമുക്ക് അല്ലാതെ തന്നെ കണ്ടുപിടിക്കാം. ബസ് രണ്ട് ടേംസ് നമുക്ക് തന്നിട്ടുണ്ടല്ലോ, കോമൺ ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്യാം. T1 40 T5 176 ആണെന്നുണ്ടെങ്കിൽ വി ക്യാൻ ഫൈൻഡ് ദ കോമൺ ഡിഫറൻസ് വിച്ച് ഈസ് ഈക്വൽ ടു ടേം ഡിഫറൻസ് 176 മൈനസ് 40 ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ് 5 മൈനസ് 1 ചെയ്യുമ്പോൾ നമുക്ക് 4 ആണ് കിട്ടുന്നത്. അപ്പോൾ 176 മൈനസ് 40 ചെയ്യാം. 6 മൈനസ് 0 6, 7 മൈനസ് 4 3, 136 ഡിവൈഡഡ് ബൈ 4. അപ്പോൾ 136 ഡിവൈഡഡ് ബൈ 4 ചെയ്യാം. അന്നേരം നമുക്ക് എത്ര കിട്ടും, 4 3s are 12, റിമൈൻഡർ 1, 6 നമ്മൾ താഴെ ഇറക്കി, 4 4s are 6, 4 4s are 16 0. അപ്പോൾ എത്ര കിട്ടി, 34 ഡിഗ്രിയാണ് കോമൺ ഡിഫറൻസ്. അപ്പോൾ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 40 ആണല്ലേ, ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 40. ഓക്കെ, അപ്പോൾ സെക്കൻഡ് ടേം എന്ന് പറയുന്നത് 40 പ്ലസ് കോമൺ ഡിഫറൻസ് 34. അപ്പോൾ എത്ര കിട്ടും, 74 ഡിഗ്രി. അടുത്ത തേർഡ് ടേം എന്ന് പറയുമ്പോഴത്തേക്കും T3 വിച്ച് ഇസ് ഈക്വൽ ടു തേർഡ് ആംഗിൾ എന്ന് പറയുന്നത് 74 പ്ലസ് 34 എത്ര കിട്ടും, 4 + 4 8, 7 + 3 108. നമ്മളത് കാൽക്കുലേറ്റ് ചെയ്തു ഓൾറെഡി. ദെൻ T4 ഇസ് ഈക്വൽ ടു ഫോർത്ത് ടേം ഇസ് ഈക്വൽ ടു 108 പ്ലസ് 34 എത്ര കിട്ടും, 8 + 4 12, 1 ബാലൻസ് 3 + 1 4, 142 ഡിഗ്രി. അടുത്ത T5 ഇസ് ഈക്വൽ ടു T5 നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് ചെയ്യുന്നില്ല, 176 ഡിഗ്രി. അപ്പോൾ നമുക്ക് കിട്ടിയല്ലോ 40 ഡിഗ്രി, 74 ഡിഗ്രി, 108, 142, 176 കിട്ടിയല്ലോ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്, ക്യാൻ ദ സ്മോളസ്റ്റ് ആംഗിൾ ബി 36, ഏറ്റവും ചെറിയ കോൺ 36 ആകുമോ എന്നാണ് ചോദ്യം ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാമേ. ലെറ്റ് ദ സം ഓഫ് ദ സ്മോളസ്റ്റ് ആംഗിൾ, നോക്കിക്കേ, സം ഓഫ് ദ സ്മോളസ്റ്റ് ആംഗിൾ ആൻഡ് ലാർജസ്റ്റ് ആംഗിൾ ഇൻ എ പെൻഡഗൺ ഈസ് 216. നമ്മൾ തൊട്ട് മുന്നത്തെ കേസിൽ നമ്മൾ ചെയ്തപ്പോൾ കിട്ടിയതാണ് കേട്ടോ. T1 പ്ലസ് T5
ഇതേ കിടപ്പുണ്ട്. അതായത് സം ഓഫ് ലാർജസ്റ്റ് ആംഗിൾ ആൻഡ് സ്മോളസ്റ്റ് ആംഗിൾ കിടപ്പുണ്ട്. T1 + T5 എന്ന് പറഞ്ഞാൽ എത്രയെന്ന് പറഞ്ഞിട്ട് നമുക്ക് കിട്ടി 216 എന്ന് പറഞ്ഞിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മൾ അത് ആ റിസൾട്ട് ഇവിടെ യൂസ് ചെയ്യാൻ പോവുകയാണേ. ദ സം ഓഫ് സ്മോളസ്റ്റ് ആംഗിൾ and the largest angle in a pentagon equal to 216 degree. അതായത് T1 + T5 equal to 216 degree എന്ന് പറഞ്ഞിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ കൺസിഡർ ചെയ്യാണ്. നമുക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് എന്താണ്? ക്വസ്റ്റ്യനിൽ 36 ഡിഗ്രി എന്ന് പറയുന്നത് സ്മോളസ്റ്റ് ആംഗിൾ ആകുമോ എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ലെറ്റ് T1 = 36 ഡിഗ്രി എന്ന് പറഞ്ഞിട്ട് എടുക്കുവാണേ. അവിടെ നമുക്ക് T5ൻ്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാം. T5 = 216 - 36 ആയിരിക്കും അല്ലേ? T1 + T5 216 ആണെങ്കിൽ 31 + T5 = 216 ആണെങ്കിൽ T5 കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണോടാ? 216 ഈ +35 = ഇപ്പുറത്ത് വരുമ്പോൾ -36 അല്ലേ? -36 ഇങ്ങനെയാവും. അപ്പോൾ 216 ന്ന് നമുക്കൊരു 36 സബ്ട്രാക്ട് ചെയ്യാം. 6 - 6 0, 1 ന്ന് പോകത്തില്ല. ഒന്ന് ഇവിടെ നിന്ന് കടം എടുക്കുമ്പോൾ ഇവിടെ 11 - 3 8 180. എത്രയായി? T5ൻ്റെ വാല്യൂ 180 ഡിഗ്രിയാണ് കിട്ടിയത്. ഒരു പോളിഗണിൻ്റെ ഇന്നർ ആംഗിൾ ഒരിക്കലും 180 ഡിഗ്രി ആകത്തില്ല. ദ ഇന്നർ ആംഗിൾ ഓഫ് എ polygon cannot be 180 ഡിഗ്രി. 180 ഡിഗ്രി ആകത്തില്ല. അതുകൊണ്ട് തന്നെ the smallest angle cannot be എത്ര? 36 ഡിഗ്രി. 36 ഡിഗ്രി ആകത്തില്ല. ഓക്കെ. The measure of the smallest angle in a pentagon is always greater than 36 ഡിഗ്രി. അപ്പോൾ 36 ഡിഗ്രിയേക്കാളും കൂടുതലായിരിക്കും. ഒരിക്കലും എന്താവത്തില്ല? 36 ഡിഗ്രി ആകില്ല. അതാണ് ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ പേജ് നമ്പർ 27 അകത്തുള്ള എക്സസൈസ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ. ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാകുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ഓൺലൈൻ ട്യൂഷന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഇനിയും വൈകിട്ടില്ല, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. സ്ക്രീൻ കാണുന്ന നമ്പറിൽ എന്ത് ചെയ്യുക? വാട്സപ്പ് ചെയ്താൽ മതിയാവും. ഓക്കെ. മറ്റൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ.